خير فإن الله به عليم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളിൽ അവന്റെ വിധിയിൽ തൃപ്തി ഉണ്ടാകുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും, അവന്റെ തീരുമാനങ്ങൾ അവൻ നടപ്പിലാക്കും. അതിന് ആരും അവനോട് ചോദിക്കാനില്ല. ഇത് ഉറപ്പായ കാര്യമാണ്. ഇതിലാർക്കും മാറ്റം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് രീതിയിൽ സ്വീകരിക്കാൻ മനുഷ്യന് സാധിക്കും. ഒന്നുകിൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിലൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് കരുതി നിർബന്ധിതനായി അതിന് മനുഷ്യനെ അടിമപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ എന്റെ റബ്ബ് തീരുമാനിച്ചത് എനിക്കെന്തായാലും നന്മയായിരിക്കും, എന്റെ അവസ്ഥകളെ കുറിച്ച് എന്നേക്കാൾ നന്നായി അറിയാവുന്നത് എന്റെ റബ്ബിനാണ് എന്നുള്ള തൃപ്തിയുടെ മനസ്സോടുകൂടി അള്ളാഹുവിന്റെ തീരുമാനത്തിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കും. ഏതവസ്ഥയിലായാലും അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാകും. അതിന് മനുഷ്യൻ അടിമപ്പെടേണ്ടി വരും. പക്ഷേ ആ തീരുമാനത്തെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ മനുഷ്യന്റെ മനസ്സിന് ലഭിക്കുന്ന സമാധാനം അത് അതിന്റെ ഒന്നാമത്തെ പ്രയോജനമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ദിക്റിലൂടെയാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. ഏതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോഴും ഇത് അള്ളാഹു തീരുമാനിച്ചതല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന് വലിയ സമാധാനം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസിയുടെ മാനസികാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, അജബൽ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് പ്രയോജനമാണ്, അവന് നന്മയായിട്ട് വരും. ഈ ഒരു കാര്യം സത്യവിശ്വാസിക്കല്ലാതെ മുഅ്മിനല്ലാതെ ഒരിക്കലും ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നന്മയാകുന്നത്? അവനെന്തെങ്കിലും നന്മ വരുമ്പോൾ, സന്തോഷകരമായ കാര്യം വരുമ്പോൾ അവനതിന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യും. വലിയ സന്തോഷം വരുമ്പോൾ അത് അല്ലാഹു നൽകിയതാണ് എന്ന് മനസ്സിലാക്കും. ആ അനുഗ്രഹം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് തിരിച്ചറിയും. അള്ളാഹുവിനെ ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. അതവന് നന്മയായി തീരും. ഇനി അവനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതും എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നവൻ തിരിച്ചറിയും. അതിലവൻ ക്ഷമിക്കും. അതുകൊണ്ട് അതും അവന് നന്മയാകും. അങ്ങനെ ഏതൊരു കാര്യം വന്നാലും, സന്തോഷമോ ദുഃഖമോ എന്ത് വന്നാലും അതെല്ലാം നന്മയാക്കി എടുക്കാൻ കഴിയുന്നത് ഒരു മുഅ്മിനിന്റെ പ്രത്യേകതയാണ്, ഈമാനിന്റെ പ്രത്യേകതയാണത്. ഈ ഒരു കാര്യം, അതായത് അല്ലാഹുവിന്റെ വിധിയിലുള്ള തൃപ്തി, ഇത് ദുനിയാവിൽ മനസ്സിന് സമാധാനമാണ്, ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. അതിനെല്ലാം ഉപരി ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ നന്മയുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിച്ച ഒരു നന്മയാണ്, അല്ലാഹുവേ നിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്ന മനസ്സ് നീ എനിക്ക് നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്ന, സന്തോഷിക്കുന്ന മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ.